വിനയത്തോടെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി അപമാനിച്ച് വിടാനുള്ള ജനൻ ടി വി ചർച്ചക്കാരൻ്റെ തന്ത്രത്തെ ഒരു ഉസ്താദ് പൊളിച്ച് കൈ കൊടുത്തതിൻ്റെ ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അൻസാർ സുഹരി ഉസ്താദിൻ്റേതാണ് ഓഡിയോ. അങ്ങ് തമിഴ്നാട്ടിൽ ഒരു അമ്പലവും ദർഗയും ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മൃഗബലി നടക്കുന്നുണ്ടത്രേ. അതിനിങ്ങ് കേരളത്തിലിരുന്ന് ഒരു ഉസ്താദ് മറുപടി പറയണം. എന്തിനാണ്? കുറച്ച് സംഘികളെ സുഖിപ്പിക്കാനുള്ള തന്ത്രമാണ്. അതിനുവേണ്ടി അനിൽ നമ്പ്യാറിന് ഒരു മുസ്ലിം ഇര വേണം. ആ ഇരയെ പിടിക്കാൻ വേണ്ടി നമ്പ്യാർ നിയോഗിച്ചിരിക്കുന്ന ഗസ്റ്റിനെ വളച്ചുകൊണ്ടുവരേണ്ട ഒരുത്തൻ അവൻ വിളിച്ച ഫോൺ കോളിനാണ് ഉസ്താദിന്റെ ഗംഭീര മറുപടി അരങ്ങേറിയത്. ഹലോ ഹലോ നമസ്കാരം. അഭയദേവാണ്, ജനം ടി വിന്നാ. വിളിച്ചത് നമ്മൾ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. തമിഴ്നാട്ടിലെ ഈ തിരുപ്പുരൻ കുണ്ട്രം എന്നുള്ള ഒരു സ്ഥലത്തുള്ള ക്ഷേത്രവും അവിടെ ഒരു ദർഗയുമുണ്ട്. അപ്പോ അവിടെ ഈ മൃഗബലി നടത്തുന്നുണ്ട്. അപ്പോ ദർഗയില് അവിടെ ഈ ക്ഷേത്രക്കാരും ഇവരും തമ്മിലുള്ള ചെറിയ തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒന്ന് പങ്കെടുക്കാൻ പറ്റുമോ? ആ വിഷയം അറിയാവോ? ക്ഷേത്രവും പള്ളിയും കൂടെ തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അവർ പ്രാദേശികമായിട്ട് പരിഹരിക്കണം. നമ്മൾ പരിഹാരമാണല്ലോ വേണ്ടത്. നമ്മൾ 4-5 പേര് കൂടി ഇരുന്ന് ചാനലിൽ ഇരുന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്താൽ അവിടുത്തെ പ്രശ്നം തീരുവ. നിങ്ങൾ ആ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് ആ പ്രശ്നം പരിഹരിക്കും. അപ്പൊ പ്രശ്നം എല്ലാവർക്കും പ്രശ്നങ്ങൾ പരിഹരിക്കലാണല്ലോ വേണ്ടത്. അങ്ങനല്ലേ വേണ്ടത്? നമ്മൾ 4 പേര് അവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ നിലവിളിക്കുന്നു. ആരിഫ് ഹുസൈൻ ഒരു സൈഡിൽ നിലവിളിക്കും, ജാമിദ ടീച്ചർ ഒരു നിലവിളിക്കും, പിന്നെ അനിൽ നമ്പ്യാർ നിലവിളിക്കും. അപ്പൊ അവർക്കെതിരെ ഞാൻ സംസാരിക്കണം. അപ്പൊ പ്രശ്നം തീരുവ. വെറുതെ എന്തിനാ ഈ പറയുന്നത്? ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കല്ലേ. നമ്മൾ പരസ്പരം സ്നേഹത്തിന് ഐക്യത്തിലൊക്കെ പോകാനുള്ള പണിയെടുക്കും. ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് വൃത്തിക്ക് മറുപടി പറയുക? ചർച്ചയാണ് പോലും ചർച്ച. ഉദ്ദേശം ചർച്ചയൊന്നുമല്ല. അത് വെച്ചിട്ട് നമ്മുടെ റേറ്റിംഗും കൂട്ടണം, മുസ്ലിം വിദ്വേഷം കുറച്ചുകൂടി ആളിപ്പിടിപ്പിക്കണം. ഇതാണ് ഉദ്ദേശം. അതിന് തൽക്കാലം ഇരുന്ന് കൊടുക്കാൻ സൗകര്യമില്ല. നേരെ നമ്പ്യാരടുത്ത് ഒരു വണ്ടിയും പിടിച്ച് ഈ പണി ചെയ്യുന്ന സമയത്ത് നല്ല അന്തസ്സായിട്ട് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും പണിയെടുക്കാൻ എന്ന തരത്തിലുള്ള മറുപടി കൊടുത്തതില്ലേ, അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പല ചാനൽ ചർച്ചകൾക്കും അതിഥിയായി വിളിക്കുമ്പോൾ പറയേണ്ട മറുപടി. ഇതിനേക്കാൾ ക്ലാസ് മറുപടി മറ്റൊന്ന് ഈ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല. ജനം പോലെ ഈ നാട്ടിൽ മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാലിന്യ ചാനൽ, ആ ചാനലാണ് തമിഴ്നാട്ടിൽ നടക്കുന്ന ക്ഷേത്രവും ദർഗയുമായിട്ടുള്ള വിഷയത്തെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഉദ്ദേശം പരിഹാരമല്ല. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. സ്വാഭാവികമായിട്ടും മുസ്ലിം വിദ്വേഷം ആളിപ്പടർത്താൻ വേണ്ടിയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് സംഘപരിവാറിന്റെ നിർദ്ദേശമുണ്ട്. അതിനുവേണ്ടി നാട്ടിക്കിടക്കുന്ന അമ്പലവും പള്ളിയും ഒക്കെ സമാധാനമായി പ്രവർത്തിക്കുന്നിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അത് വെച്ചിട്ട് നമ്മൾക്ക് പണവും ഉണ്ടാക്കാം, വോട്ടും പിടിക്കാം. ഇതാണ് ഉള്ളിലിരിപ്പ്. ഇതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തനമാണ്. ആ ഇരയിൽ കൊത്താതെ ഈ രീതിയിൽ മറുപടി കൊടുത്ത ഉസ്താദിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുകയാണ്. ഇത്തരം മറുപടികളാണ് ഇനി ചാനൽ ചർച്ചകൾക്കൊക്കെ വിളിക്കുമ്പോൾ പലർക്കും നൽകേണ്ടത്. അല്ലാതെ എനിക്കെത്തി മുഖം കാണിക്കാൻ അവസരം കിട്ടി എന്ന തലയ്ക്ക് അവിടെ ചെന്നിരുന്ന് അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോവുകയും ഇതുമായി ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിച്ചതിന് ശേഷം ആ വീഡിയോ പുറത്തേക്ക് പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പോസിറ്റീവായ ഒരു വശം പറഞ്ഞാൽ അത് വർഗീയതയായി ചിത്രീകരിക്കുന്ന രീതിയിൽ വീഡിയോ ക്ലിപ്പാക്കി ഇറക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചാനൽ ഫ്ലോറിലിരുന്ന് പരസ്പരം വായിട്ടലച്ചല്ല ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. നേരെ ഈ പണി ചെയ്യുന്ന സമയത്ത് ഒരു വണ്ടിയും പിടിച്ച് തമിഴ്നാട്ടിൽ ചെന്ന് പരിഹാരമുണ്ടാക്കിയിട്ട് വരുന്നതാണ് അന്തസ് എന്നുള്ള മറുപടി പറഞ്ഞു വയ്ക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചാനൽ ചർച്ചകളുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ആ മറുപടി എന്ന് പറയേണ്ടി വരികയാണ്.